ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജനറൽലെസ് വീഡിയോ ആണ്. അപ്പോൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക. ഡിയർ ആർക്കേഞ്ചൽസ്, മൈ സ്പിരിറ്റ് ഗൈഡ്, പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് കറക്റ്റ് റീഡിംഗ് ഫോർ യു. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് നിങ്ങളിത് കാണുന്ന സമയത്ത് എന്തായിരിക്കും ചിന്തിക്കുന്നത്? ലേറ്റ് നൈറ്റ് ആ പേഴ്സൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഡീപ്പ് ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ 3 പ്രാവശ്യം പറയുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഇത് കാണുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് their current feelings towards you? What is their current feelings towards you? Yes, Four of Pentacles. Four of Pentacles എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് സ്നേഹമുണ്ട്, ധാരാളമുണ്ട്. പക്ഷെ അവരത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഒന്നുകിൽ പൊതുവേ എക്സ്പ്രസ് ചെയ്യാത്ത ഒരു നേച്ചർ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിയുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെയാവാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ ഉള്ളിലുള്ള സ്നേഹം നിങ്ങളോട് കാണിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ കാണിക്കണ്ട എന്നുള്ളതായിരിക്കാം. അവരാ ഒരു സ്നേഹത്തെ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യത്തെ അവർ ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. യെസ്, അത് വേറൊന്നും കൊണ്ടല്ല, 9 of Wands. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ ഇങ്ങനെയാവാം, ഈ ഒരു റിലേഷൻഷിപ്പിൽ പല തവണ നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ട്. അത് പല ടൈപ്പ് കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ഈ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നത് യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കാം. പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആ ഒരു പേഴ്സൺ ഒരുപാട് പ്രാവശ്യം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാക്കാൻ നോക്കി, അതായത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് നടന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കാം. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പലതവണ ശ്രമിച്ചു നോക്കി, പക്ഷെ സാധിച്ചില്ല എന്നുള്ളതായിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഭയമുണ്ട്, അവർക്ക് മടിയാണ്. അതിൻ്റെ കാരണങ്ങൾ പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. ഇവർക്ക് പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ളൊരു സ്നേഹം തന്നെയാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതുപോലെ തന്നെ ദ വേൾഡ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടിടത്തായിരിക്കാം, ഡിഫറെൻറ്റ് കൺട്രീസ്, ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഒക്കെ ആയിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഫേസ് അവസാനിച്ചു. പക്ഷേ അത് വീണ്ടും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഇത് അവസാനിച്ചു പോയിട്ടില്ല. ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും, ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കും. ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിയുടെ മനസ്സിലുള്ള സ്നേഹം ആ വ്യക്തി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് വേറൊരു സത്യം. പക്ഷേ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പാഷനാണ് നിങ്ങളോട്. അതുതന്നെ നിങ്ങളാണ് വ്യക്തിയുടെ ലോകം എന്നുവരെ ആ വ്യക്തി ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാം എപ്പോഴും നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എപ്പോഴും ഓൺലൈനിൽ അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഫാമിലി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം.
പക്ഷേ ഇപ്പോൾ മുന്നോട്ട് വരാനായിട്ട് ആ വ്യക്തി വിചാരിക്കുന്നത് എനിക്ക് പറ്റുന്ന സമയമല്ല. അതായത് അവർ തികച്ചും ഒട്ടും നിങ്ങളെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയിലാണ്. ചിലപ്പോൾ ടെക്സ്റ്റോ മെസ്സേജ് ഒന്നും തന്നെ ഉണ്ടാവില്ല. കാരണം അവർ ചിന്തിക്കുന്നത് പുറമേയുള്ള പ്രശ്നത്തെ മറികടന്ന്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ അതൊന്ന് ശമിക്കട്ടെ എന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, വളരെയധികം മെച്യൂരിറ്റിയുള്ള ഒരു പേഴ്സൺ. അതാണ് ഇതിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ആ വ്യക്തി പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവരുടെ ചിന്തയിൽ മുഴുവൻ നിങ്ങളാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ അവർക്കൊരു ഭയവുമുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ വ്യക്തി വിട്ടുപോകുമോ, പിന്നെ ഞാൻ കൈയും കാലോട്ട് അടിക്കേണ്ടി വരുമോ, എനിക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളും ആ ഒരു പേഴ്സണുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവർ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഫിയർ ആവാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്ന് ഒതുങ്ങട്ടെ എന്നുള്ളൊരു വിചാരമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം എന്താണ് ആ പ്രശ്നങ്ങളെന്ന്. ചിലപ്പോൾ ഫാമിലി ഇൻവോൾവഡ് ആയിട്ട്, ചിലപ്പോൾ അവർ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരിക്കാം ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അവരുടെ മനസ്സിലൂടെ ശക്തമായിട്ടുള്ള ചിന്തകളെന്ന് പറയുന്നത്, ഇപ്പോൾ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാനിങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൊണ്ട്, മുന്നോട്ട് വരാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പിണങ്ങി പോവോ, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോവോ, ഇനി അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് റിഗ്രറ്റ് ഫീൽ ചെയ്യും എന്തായാലും. കാരണം അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് വളരെ പാഷനാണ്. ഇവിടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് അവർക്ക് തന്നെ അറിയാം അവർ മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു ഭയമുണ്ട്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പം നിങ്ങൾക്കും മടിയാണ്. കാരണം നിങ്ങളും ചിന്തിച്ചിരിക്കുന്നത് എത്രയോ നല്ല റിലേഷൻഷിപ്പായിരുന്നു, എന്നിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളോട് കാണിച്ച ചീറ്റിംഗ് അല്ലേ, എന്തുകൊണ്ട് ഒന്നും പറയാതെ പോയി, എന്തിന് മറഞ്ഞിരിക്കുന്നു, അതാണ് നിങ്ങളുടെ ചോദ്യം. എന്തിനാണ് ഈ മറഞ്ഞിരിക്കുന്നത്, നേരെ വന്നുകൂടെ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പേടിയൊന്നുള്ളൊരു പേഴ്സണൊന്നുമല്ല. അതായത് അവർ പേടിച്ച് മാറിയിരിക്കുന്നതല്ല. അവർ ചിന്തിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതോ മുന്നോട്ട് കൊണ്ടുപോകുന്നതോ ശരിയായിട്ടുള്ള ആ ഒരു നടപടിയല്ല എന്ന് തന്നെ ചിന്തിച്ചിട്ടാണ്. ചിലപ്പോൾ മറ്റാർക്കെങ്കിലും വിഷമം ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡാണ് അവരുടെ. കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവരെ വിട്ടുപോകുമോ എന്നുള്ള ശക്തമായിട്ടുള്ള ചിന്ത അവർക്കുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റം വരുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ മനസ്സിലൂടെ ഒരുപാട് കടന്നു പോകുന്ന ചിന്ത എങ്ങനെ, അതായത് അവർ ഹോൾഡ് ചെയ്യാണ് ആ ഒരു ചിന്തയെ. അതായത് അവർക്ക് ഫോൺ കയ്യിലെടുത്തിട്ട് അവർക്ക് വിളിച്ചാലോ മെസ്സേജ് ചെയ്താലോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളുണ്ട്. പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ചിന്തകളിൽ അവരുടെ അവസ്ഥയെ അവർ വലിച്ചെറിഞ്ഞിട്ട്, എല്ലാം പൊട്ടിച്ചെറിഞ്ഞിട്ട് എന്തും വരട്ടെ എന്നോർത്ത് നിങ്ങളിലേക്ക് വരണമെന്ന് വരെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ നടക്കുമോ അങ്ങനെയുള്ളൊരു കാര്യം ഓർത്തിട്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. കാരണം പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് അവരതിനെ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് പലരെയും പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പിനെ വേറൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഉപായം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു കൊടുക്കും എന്ന് തന്നെ ആ വ്യക്തി വിശ്വസിക്കുന്നുണ്ട്. യെസ്, അവിടെ ദൈവം പ്രവർത്തിക്കും, യൂണിവേഴ്സ് പ്രവർത്തിക്കും. അത് നിങ്ങളുടെ താല്പര്യമാകാം, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയാകാം. എന്തായാലും ഒരു വെളിച്ചം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു മാറ്റം കടന്നു വരും.
ഉറപ്പാണത്. കാരണം ദൈവമാണ് നിങ്ങളെ നയിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിനെ നയിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത് കാണുന്ന സമയത്ത് ഒരുപാട് വേദനകൾ ഉണ്ടാവും. പക്ഷേ തീർച്ചയായിട്ടും അത് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കും. ഒരു പ്രകാശം പോലെ വന്നിരിക്കും. ഓരോരോ പ്രഭാതങ്ങളെയും അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടിയാണ് അവർ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത്. അപ്പോൾ പേഴ്സൺ നെയിം എന്ന് പറയുന്നത് IPS എന്ന് കിട്ടിയിട്ടുണ്ട്, O എന്ന് കിട്ടിയിട്ടുണ്ട്, Q എന്ന് കിട്ടിയിട്ടുണ്ട്, T എന്നാണ് കിട്ടിയിട്ടുള്ളത്, X എന്ന് കിട്ടിയിട്ടുണ്ട്, D, N ആൻഡ് C. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. അപ്പോൾ പ്രീവിയസ് നൈറ്റ് ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ചിന്തകൾ ഇതാണ്. കാരണം ഇനിയൊരു നേരം പുലരുമ്പോൾ ലൈറ്റ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും മാർഗങ്ങൾ തെളിയണേ എന്നാണ് അവർ ഓരോ ദിവസവും ഓരോ നൈറ്റും വെയിറ്റ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ക്യൂറിയസ് എന്ന് കിട്ടിയിട്ടുണ്ട്, 5 എന്നൊരു നമ്പർ, 555 ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ഹൈലി റീസണേറ്റ് ആയിരിക്കും. ക്യാൻസർ, നിങ്ങൾ ക്യാൻസർ ആവാം, പേഴ്സൺ ക്യാൻസർ ആവാം. 16 എന്നൊരു ഡേറ്റ്, ബർത്ത് ഡേറ്റ് ആവാം, 35 ഏജ് ആവാം, 44 ഏജ് ആവാം. 1010 ഏഞ്ചൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു 1010 കാണുന്നവർക്കും റീസണേറ്റ് ആണ്. ലിബ്ര, നിങ്ങൾ ലിബ്രയാകാം, പേഴ്സൺ ലിബ്രയാകാം. 28 സ്പൈസീസ്, ഏജ് ഡിഫറൻസസ്, നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. 1 എന്ന നമ്പർ, കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട്, കോഴിക്കോട്. റെഡ് ബട്ടർഫ്ലൈ, ഗ്രീൻ ബട്ടർഫ്ലൈ, 111 ഏഞ്ചൽ നമ്പറാണ്. നമുക്ക് നോക്കാം. പത്തനംതിട്ട, ചെന്നൈ, ബാംഗ്ലൂർ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ആൻസർ ഏഞ്ചൽ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്തൊക്കെ ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടതെന്ന് ഇപ്പോഴേ ആലോചിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ എന്ന് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് അത് തന്നെയാണ് ശരി, ഹൃദയത്തെ വിശ്വസിക്കുക. രണ്ടാമത്തേത് വെയിറ്റ് ചെയ്യൂ എന്നുള്ളത്. മൂന്നാമത്തേത് യു ആർ റെഡി, നിങ്ങൾ റെഡിയാണെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും. നിങ്ങളത് റെഡിയായിരുന്നാൽ മതി, നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായത് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. കാരണം എന്നാൽ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ. അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.